ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പുകൾ പാലിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തെരഞ്ഞെടുപ്പിൽ ഊതി പ്രചരണം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഉയർന്നു വരുന്ന പ്രശ്നങ്ങളോടുള്ള പ്രതികരണമാണ്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഇവിടെ നടത്തിയ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത് ഇന്നത്തെ ഇന്ത്യയിൽ ഇടതുപക്ഷം ദുർബലമായിരിക്കുന്നു, ഇടതുപക്ഷം ഐഡിയോളജിക്കലി ദുർബലമായിട്ടില്ല എന്ന് RSSന് നന്നായിട്ട് അറിയാം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അദ്ദേഹം പറഞ്ഞ വാദം എന്താണ്? UDF ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കലാണ് സംഘപരിവാര ലക്ഷ്യം എന്നൊരു തിയറിയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അങ്ങനെയാണോ? അല്ല. ഇന്ത്യയിൽ ഉടനീളം RSS അല്ലെങ്കിൽ BJP അധികാരം പിടിച്ചത് ഓപ്പറേഷൻ ലോട്ടസ് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. 2-3 തരത്തിലാണ് പ്രധാനമായും ഭരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താണ്? തങ്ങൾക്ക് നേരിട്ട് അധികാരത്തിലൂടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയാവുന്ന സാമൂഹിക സ്പർദ്ധയും സാമൂഹിക വിഭജനവും ഉണ്ടാക്കി സംഘപരിവാറിന് അധികാരത്തിൽ വരാൻ കഴിയാത്ത എല്ലാ സംസ്ഥാനങ്ങളിലും BJP ചെയ്തിട്ടുള്ള രീതി ജയിച്ചു വരുന്ന പാർട്ടികളെ ഓപ്പറേഷൻ ലോട്ടസിലൂടെ പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ ശ്രീ എൻ കെ പ്രേമചന്ദ്രനോട് വിനയപുരസരം ഓർമ്മപ്പെടുത്തുന്നു. അങ്ങയോടൊപ്പം അങ്ങ് പാർലമെന്ററി ലൈഫിൽ ഡൽഹിയിലേക്ക് പോയ കാലം മുതൽ ഇതുവരെ അങ്ങയോടൊപ്പം പരിചയപ്പെട്ടിരുന്ന കോൺഗ്രസിന്റെ എത്രയോ MP-മാരാണ് ഇന്ന് BJP ആയി മാറിയത്. ഒരുപക്ഷെ അങ്ങേക്ക് വ്യക്തിപരമായി പരിചയമുണ്ടായിരുന്ന ആളായിരിക്കാം ശ്രീ ഹിമന്ത ബിശ്വ ശർമ്മ. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം മുസ്ലിം വിരുദ്ധമായ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജിന്റെ തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സ്റ്റേറ്റാണ് ഈ പറയുന്ന ആസാം. ഞാൻ പറഞ്ഞത് സംഘപരിവാറിന്റെ ഓപ്പറേഷൻ എന്താണ്? സെൻട്രൽ ഏജൻസികളെ ഉപയോഗിച്ച് പ്രലോഭിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ജയിച്ചു വരുന്ന ആളുകളെ വസൂലാക്കുക, പിടിക്കുക എന്നുള്ളത് കൂടിയുണ്ട്. ഞാൻ ശ്രീ എൻ കെ പ്രേമചന്ദ്രനെ ശ്രീ കെ സുരേന്ദ്രന്റെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീ കെ സുരേന്ദ്രന്റെ ഒരു പ്രസ്താവനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇത്തവണ 20-30 സീറ്റുകൾ BJP നേടും, തുടർന്ന് കേരളം BJP ഭരിക്കും. എന്തായിരുന്നു അവരുടെ ആത്മവിശ്വാസം? ജയിച്ചു വരുന്ന കേരളത്തിൽ നമുക്കറിയാലോ, BJP ശ്രീ എൻ ടി രമേശ് പോലും സ്വാഭാവികമായി വ്യക്തിപരമായി സമ്മതിക്കും, കേരളത്തിൽ ഒരിക്കലും സെക്കുലർ ഫാബ്രിക്കുള്ള കേരളത്തെ തകർത്തുകൊണ്ട് BJPക്ക് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല. BJP കേരളത്തിൽ പ്ലാൻ ചെയ്യുന്നത് മറ്റത്തൂർ മോഡൽ ഒരു മോഡലാണ്. ഇന്ത്യയിലെ മറ്റു പല സ്റ്റേറ്റുകളിലും ജയിച്ചു വരുന്ന ആളുകളെ പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന സാധ്യതയല്ലാതെ കേരളത്തിൽ BJPക്ക് ഒരിക്കലും അധികാരത്തിൽ വരാൻ കഴിയില്ല. ജനം ചിന്തിക്കട്ടെ, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ LDFിലെ ജയിച്ചു വരുന്ന ഏതെങ്കിലും ഒരു MLAയെ പിടിച്ചെടുക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ടോ? പക്ഷെ കോൺഗ്രസിന് അത് സാധിക്കും. എന്തുകൊണ്ട് സാധിക്കും? കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ UDFിലെ MLAമാരെയോ അതിനകത്തെ പാർട്ടികളെയോ അഴിമതിയുടെയും മടിയിൽ കനമുള്ളത് കൊണ്ടും സെൻട്രൽ ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി വളരെ എളുപ്പത്തിൽ അഴിമതി കൈയിട്ടുവാരൽ കോൺഗ്രസും UDFും എന്നാൽ വരുമെന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോൾ അഴിമതി ഭാണ്ഡക്കെട്ടുമായി നിൽക്കുന്നവരെ സെൻട്രൽ ഏജൻസികളെ ഉപയോഗിച്ച് മറ്റ് സ്റ്റേറ്റുകളിൽ ചെയ്യുന്നതുപോലെ ഓപ്പറേഷൻ ലോട്ടസ് നടത്തി കേരളം പിടിക്കാൻ BJP കഴിയും. അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നിങ്ങൾ എവിടെയും എടുത്തോളൂ, ശ്രീ പ്രേമചന്ദ്രന്റെ വാദം തെറ്റാണ്. ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. കർണാടകയിലെ ഫക്കീർ കോളനിയിൽ നടത്തിയ ബുൾഡോസർ രാജ് കോൺഗ്രസ് ആണ് നടത്തിയത്, കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. നോക്കൂ ശ്രീ SKN, അതിനെ BJPയുടെ പ്രതിപക്ഷ നേതാവ് സർവാത്മന സ്വാഗതം ചെയ്തു. BJP അവിടുത്തെ ഗവൺമെന്റിന് പിന്തുണ കൊടുത്തു. ഞങ്ങൾ കർണാടകയിൽ അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങ് പറയുന്ന വാദം തെറ്റല്ലേ? ഈ കേരളത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ BJP എതിർക്കുന്ന ഏറ്റവും ശക്തമായ മതനിരപേക്ഷ ശക്തിയാണ് കോൺഗ്രസ് എന്ന് BJP സമ്മതിക്കുന്നുണ്ട്. അതാണോ വസ്തുത? ഇല്ല, പോട്ടെ. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്താ? മഹാരാഷ്ട്രയിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസും BJPയും ചേർന്നൊരു സഖ്യമായി മത്സരിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളിലെ കൗതുകമുണർത്തുന്ന മറ്റൊരു വാർത്ത. അപ്പൊ മറ്റത്തൂർ മാത്രമല്ല, കർണാടക മാത്രമല്ല, മഹാരാഷ്ട്രയും ഇന്ത്യയിലുടനീളം കോൺഗ്രസ് ജയിച്ചു വന്നാൽ ആ കോൺഗ്രസിനെ ഞങ്ങൾക്ക് വളരെ ഈസിലി മാനേജ് ചെയ്യാൻ കഴിയും, പവർ ഉപയോഗിച്ചോ ഏതു തരത്തിലായാലും എന്ന നല്ല ധാരണയുണ്ട്. എന്നാൽ വില കൊടുത്തു വാങ്ങാൻ കഴിയാത്ത, ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും വരുതിക്ക് നിർത്താൻ കഴിയാൻ പറ്റാത്തൊരു വിഭാഗമാണ് ഇടതുപക്ഷമെന്നും കേരളത്തിൽ കൃത്യമായി BJPക്ക് നന്നായിട്ട് അറിയാം. നമ്പർ 1. നമ്പർ 2, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശ്രീ MT രമേശ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വാചാലമായി ഒരു കാര്യത്തിന് യുക്തിസഹമായി ശ്രീ MT രമേശ് മറുപടി പറയണം. ജമാഅത്തെ മതരാഷ്ട്രം സ്വപ്നം കാണുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി എന്തിനാണ് RSS ദേശീയ നേതൃത്വം ചർച്ച നടത്തിയത്? 2023 ഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച. അദ്ദേഹം അത് വിശദീകരിക്കണം. 3 വളരെ പ്രസക്തമായ ഒരു കാര്യം അദ്ദേഹം ഇവിടെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയെ പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് അങ്ങയുടെ ആദ്യത്തെ ഊഴത്തിൽ പറഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പോൾ അത് പിൻവലിക്കുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അത് അങ്ങനെ തന്നെ ആയിരിക്കണം. ശ്രീ ഫസൽ ഗഫൂർ കൂടെ സൂചിപ്പിച്ച വാദത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. ഇവരൊന്നും എണ്ണം കൊണ്ട് ശക്തരല്ല, പക്ഷേ ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആശയമുണ്ട്.
ആശയം ആപൽക്കരമായ ആശയമാണ്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെയോ പോപ്പുലർ ഫ്രണ്ടിനെയോ മുൻനിർത്തിക്കൊണ്ടും അവർക്ക് സ്വാധീനമുള്ളതുമായ ഒരു കാലഘട്ടം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഭരണം ഏറ്റവും നിഷ്പക്ഷമായ ഭരണമായിരിക്കണം. ജനങ്ങൾക്ക് കൊടുത്ത വാക്കുകൾ പാലിക്കുന്ന, വികസനത്തിലും ക്ഷേമത്തിലും ഊന്നിയ കാര്യത്തിലായിരിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശ്രീ എ റഹീം, ഒരു കാര്യം കൂടി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ചോദിച്ചൊരു കാര്യം, ഇന്നത്തെ എ കെ ബാലന്റെ പ്രസ്താവനത്തെ കുറിച്ച് കൂടി താങ്കൾ പരാമർശിക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ഞാൻ പറയാം. ശ്രീ എ കെ ബാലൻ നടത്തിയത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പരാമർശമാണ്. അദ്ദേഹം നടത്തിയ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ചർച്ച. ആ ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞത്, എൻ്റെ പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പറഞ്ഞത്. ആ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വ്യക്തത കുറവുണ്ട് എന്ന് ഞാൻ തോന്നുന്നില്ല. അദ്ദേഹം നടത്തിയ വ്യക്തിപരമായ പരാമർശത്തെക്കുറിച്ച് ഞാനല്ല, അത് പാർട്ടി എന്നുള്ള നിലയിൽ പിന്നീട് അത് പ്രതികരിച്ചേക്കും. പക്ഷേ അതിന്റെ പശ്ചാത്തലത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന വിവിധ ചർച്ചകളുണ്ട്. ആ ചർച്ചകളോടെല്ലാം ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ അഭിപ്രായം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ആ വഴിക്ക് വഴിതിരിച്ചു വിടാനെന്ന് നോക്കണ്ട. ഞാൻ വളരെ കൃത്യമായി എൻ്റെ അഭിപ്രായം പറയട്ടെ, ഞാനത് പറഞ്ഞു നിർത്തട്ടെ. ഇവിടെ വരുന്ന പ്രശ്നം എന്താണ്? അപ്പോൾ ഈ കുറെ കാലമായി ഈ കോൺഗ്രസ് ഇതിനകത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മോശപ്പെട്ട പ്രവണതയാണ്. ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോപ്പുലർ ഫ്രണ്ട്, അദ്ദേഹം ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു. ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ മുമ്പ് പിന്തുണച്ചിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അത് പിന്നീട് അവസരവാദ സമീപനം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങ് നോക്കൂ, ആലോചിച്ച് നോക്കൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പുള്ള ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പുള്ള ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമി ചില സാമ്രാജ്യത്വപരമായ കാര്യങ്ങളിൽ സാമ്രാജ്യത്വ വിരുദ്ധമായ നിലപാടുകൾ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടുകളോട് ഞങ്ങൾ യോജിക്കേണ്ടതിൽ യോജിക്കുകയും വിയോജിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഒരിക്കൽ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിച്ചിട്ടില്ല. അത് സംബന്ധിച്ച് അങ്ങിവിടെ ഉന്നയിച്ച കാര്യം കോഴിക്കോട് വാർത്താ സമ്മേളനത്തിനിടയിൽ ഒരു മാധ്യമപ്രവർത്തകൻ മുഖ്യമന്ത്രിയോട് തന്നെ ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അത് വളരെ വസ്തുതാപരമായി അതിനെ ഖണ്ഡിച്ചുകൊണ്ട് കൃത്യമായ മറുപടിയും നൽകിയിട്ടുണ്ട് കേരളത്തോട്. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായോ പോപ്പുലർ ഫ്രണ്ടുമായോ ഒളിഞ്ഞും തെളിഞ്ഞും ഒരു ബന്ധവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. ഇപ്പൊ പറയട്ടെ. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി ഭരണം വരുമ്പോൾ ഭരണത്തിൽ നിങ്ങൾ ഈ പറഞ്ഞല്ലോ BJP RSS, കേരളത്തിലെ RSSന് BJPക്ക് ആര് ഭരണത്തിൽ വരുന്നതായിരിക്കും കംഫർട്ട്? ഞാൻ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ നോക്കൂ, കതിരൂർ മനോജ് വധക്കേസ്. കതിരൂർ മനോജ് വധക്കേസിൽ പ്രതിസ്ഥാനത്ത് CPIM ആണ്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കേരളം ഭരിച്ച കോൺഗ്രസ് പാർട്ടി UAPA ചുമത്തി. UAPAക്കെതിരെ പാർലമെന്റിൽ ഗംഭീരമായ പ്രസംഗം നടത്തിയിട്ടുള്ള ആളാണ്, അതിനെ ചോദ്യം ചെയ്തിട്ടുള്ള ആളാണ് അങ്ങ് പറയൂ. ഒരു പൊളിറ്റിക്കൽ കേസിൽ രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ RSSന്റെ താല്പര്യത്തിനനുസരിച്ച് CPM വിരുദ്ധതയിൽ നിങ്ങൾ UAPA ചുമത്തിയില്ലേ? അത് പിന്നെ CBIക്ക് വിട്ടില്ലേ? അപ്പോൾ CPIM വേട്ട എന്നത് RSSന്റെയും കോൺഗ്രസിന്റെയും തുല്യമാണ്. ഇനി ഇതേ കോൺഗ്രസ് തന്നെയാണ് RSSകാർ പ്രതികളായ കേസുകൾ പിൻവലിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങയോട് ചോദിച്ച ചോദ്യത്തിന് എങ്ങനെയാണ് UDF അധികാരത്തിൽ വരുമ്പോൾ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ട് അതേ കേരളത്തിൽ അതേ സ്ഥലങ്ങളിൽ LDF വരുമ്പോൾ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നില്ല? അതിനെ അംഗീകരിക്കുകയും LDFന്റെ മതനിരപേക്ഷ കാഴ്ചപ്പാടിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.